ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഇക്കഡോറാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഇക്കഡോറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ടീം ഉള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യത്തെ 11 എങ്ങനെയാകും അത് ഇപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ഈ ഒരു ലൈനപ്പ് പുറത്ത് വിട്ടിട്ടുള്ളത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. ഇനി വിംഗ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാൻഡേഴ്സൺ അവിടെയുണ്ട്. അതുപോലെ തന്നെ അലക്സാൻഡ്രോ കളിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി സെന്റർ ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്കിഞ്ഞോസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സെന്റർ ബാക്ക് ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അലക്സാൻഡ്രോ റിബേറോയെയാണ്. നമുക്കറിയാം, ലില്ലിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഈ അലക്സാൻഡ്രോ റിബേറോ. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസമിറോ അവിടെയുണ്ട്, അദ്ദേഹം തിരിച്ചെത്തുകയാണ്. ബ്രൂണോ ഗുയിമറസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഗൾസണയാണ് ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിങ്ങർമാരായിക്കൊണ്ട് എസ്റ്റവായോ വില്യനും വിനീഷ്യസ് ജൂനിയറുമായിരിക്കും ഉണ്ടാവുക. റിച്ചാർലിസൺ ഇപ്പോൾ മടങ്ങിയെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രൈക്കർ പൊസിഷനിൽ റിച്ചാർലിസനെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ തീരുമാനം. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു 11 വരുന്നത്. കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യ 11 ഇങ്ങനെയായിരിക്കും. 4-3-3 ആ ഒരു ഫോർമേഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യ മത്സരത്തിൽ വിജയം കൊയ്യാൻ ബ്രസീലിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.